സ്റ്റുഡൻസ്, ഇന്ന് ടേം 1 MCQ ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് പി ആൻഡ് ക്യൂ ആർ ദ സീറോസ് ഓഫ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അതായത് ഇവിടെ സീറോസ് പിയും ക്യൂ ആണ്. നമുക്ക് സാധാരണ ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് സീറോസ് പി ആൻഡ് ക്യൂ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ പി ആൻഡ് ക്യൂ സീറോസ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ മൈനസ് 2pq. അതായത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. അതായത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq ആണ്. അതിൽ നിന്ന് നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ മൈനസ് 2pq എന്ന് വരും. ആ ഫോർമുല പഠിച്ചു വെക്കുക, അന്നേരം വേഗം ചെയ്യാൻ കഴിയും. അപ്പൊ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ മൈനസ് 2pq. ഇവിടെ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ, അതായത് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അപ്പൊ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് ബി ബൈ എ ആണ്. മൈനസ് ഓഫ് ബി എന്ന് പറയുന്നത് അവിടെ മൈനസ് 7 ബൈ എ എന്ന് പറയുന്നത് 2. അപ്പൊ 7/2 എന്ന് കിട്ടും. അതുപോലെ പി ക്യൂ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. സി ബൈ എ എന്ന് പറയുന്നത് C3/2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ എന്നുള്ളത് 7/2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3/2. 2 ക്യാൻസൽ ആയി. ഇവിടെ 49/4 മൈനസ് 3, അതായത് 49 മൈനസ് 12/4. ഇപ്പോൾ 49 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 7, 37/4 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, two concentric circles of radius 8 cm and 5 cm are shown below, and a sector forms an angle 60 degree at the center. What is the area of shaded region? ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ടു കോൺസെൻട്രിക് സർക്കിൾസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ, അതായത് ഈ ഭാഗം ഫുള്ള് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ ആ ഒരു ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ സെക്ടർ, അതായത് വലിയ സെക്ടറിന് ചെറിയ സെക്ടറിന്റെ ഏരിയ, വലിയ സെക്ടർ ഇത്രയും ഭാഗം വലിയ സെക്ടർ, അതിൽ നിന്ന് ഈ ചെറിയ സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തിന്റെ മാത്രം, അതായത് ഇവിടെ ഷെയ്ഡഡ് പോർഷൻ അല്ലാത്ത ഭാഗമില്ല, ആ ഭാഗത്തിന്റെ മാത്രം ഏരിയ കിട്ടും. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ സെക്ടറിന് ചെറിയ സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഫുൾ ഈ കോൺസെൻട്രിക് സർക്കിളിന്റെ ഏരിയ. കോൺസെൻട്രിക് സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് ആ പാത്തിന്റെ, ഈ ഫുൾ പാത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. പൈ ആൻസറിൽ ഉള്ളത് കൊണ്ട് പൈന്റെ വാല്യൂ കൊടുക്കുന്നില്ല. 8 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 8 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ 64 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 39 പൈ ആണ് കിട്ടുന്നത്. അതായത് ഈ ഫുൾ ഭാഗത്തിന്റെ ഷെയ്ഡ്, ഈ ഭാഗവും കൂടി ചേർത്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 39 പൈ. ഇനി നമുക്ക് ഈ സെക്ടറിന്റെ ഈ ഗ്യാപ്പിലുള്ള ഏരിയ കാണാൻ വേണ്ടി അതെന്താണ്? അതായത് അത് പൈ θ/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ ഭാഗത്തിന്റെ മാത്രം ഏരിയ കിട്ടും. അപ്പൊ അത് 60/360 ഇൻറ്റു പൈ 8 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പോ ഇവിടെ 1/6, അതായത് 39 π/6 ആണ് വരുന്നത്. അപ്പോൾ ഈ ഫുൾ ഭാഗത്തിന്റെ ഏരിയ, അതായത് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ മാത്രം മൈനസ് ചെയ്യുക. അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഈക്വൽ ടു എങ്ങനെ വരും? 39 പൈ. 39 പൈയിൽ നിന്ന് ഫുൾ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തിന്റെ മാത്രം ഏരിയ എത്രയാണ്? 39 π/6. അപ്പോൾ 6 മൾട്ടിപ്ലൈ ചെയ്യുക. 39 ഇൻറ്റു 6 എന്ന് പറയുന്നത് 23. 234 പൈ മൈനസ് 39 π/6.
6. അപ്പോൾ 234ന് 39 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 2 ആവുമ്പോൾ 9 195 π/6. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 195 π/6. Square of difference of the zeros of the quadratic polynomial x square plus px plus 45 is equal to 144. Then the value of p. അതായത് സീറോസ് ആൽഫ ആൻഡ് ബീറ്റ ആണ് സീറോസ് എങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആൽഫ മൈനസ് ബീറ്റ. അതിന്റെ സ്ക്വയർ ആണ് 144 എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു 144. ഇനി ഈ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതുക? ആ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു നോക്കണം. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ആണ് എന്ത്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു 144. അപ്പൊ ഇതിനെ മാറ്റിയതാണ് ഇത്രയും, ഇത് തന്നെ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ ഈക്വൽ ടു 144. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ബി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് പി. ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് പി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 45 ഈക്വൽ ടു 144. അപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 144 പ്ലസ്, അതായത് 45 ഇൻറ്റു 4 എന്ന് പറയുന്നത് 180. അപ്പോൾ 180ഉം 144ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 324. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുന്നത് 324 ആണെങ്കിൽ പി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് റൂട്ട് 324. റൂട്ട് 324 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 18 വരും. അപ്പോൾ ഇതിൽ നോക്കിയാൽ 981 144 ഇത് അറിയില്ല. അപ്പോൾ എന്തായാലും 18 ആണ് വരിക. Plus or minus 18. Alpha and beta are zeros of the quadratic polynomial. P of x is equal to 3x square minus 6x plus 4. Then the value of alpha by beta plus beta by alpha plus 2 into 1 by alpha plus 1 by beta plus 3 alpha beta ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യാം. ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ബീറ്റ ആണ് LCM. അപ്പോൾ ഇത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ബീറ്റ ഇൻറ്റു ബീറ്റ, ബീറ്റ സ്ക്വയർ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ. ഇനി എന്ത് ചെയ്യുക? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് ബി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ഓഫ് മൈനസ് 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? 4/3 സി ബൈ എ. അപ്പോൾ ഇവിടെ 4/3. അപ്പോൾ 4 മൈനസ് 8/3/4/3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 3 12, 12 മൈനസ് 8, 12 മൈനസ് 8/3 വരും. ഇവിടെ ഡിവൈഡ് ബൈ 4/3. അപ്പോൾ ഈ 3 ക്യാൻസൽ ആവും. 4/4, 4/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. അപ്പോൾ അത് 1 ആണ്. ഇത് 1 കിട്ടി. ഇനി 2 ഇൻറ്റു 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ, ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റ. അപ്പോൾ എന്തായി? ഇവിടെ 2 ഇൻറ്റു ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 2 തന്നെ, 2 ബൈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 4/3. അപ്പോൾ ഇവിടെ 4/3 എന്ന് പറയുന്നത് 4/4 ഇൻറ്റു 3. ഈ 3 ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ 3 എന്ന് കിട്ടും. ഇനി 3 ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 3 ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 3 ഇൻറ്റു 4/3. അപ്പോൾ 3 ക്യാൻസൽ ആയിട്ട് 4 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക, ആദ്യത്തെ ഇത് നമുക്ക് 1 ആണ് കിട്ടിയിട്ടുള്ളത്, പ്ലസ് രണ്ടാമത്തത് 3 ആണ് കിട്ടിയിട്ടുള്ളത്, പ്ലസ് 4. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇതിൻ്റെ ആൻസർ 8. ഫിഗർ വാല്യൂ ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. എക്സ് എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ ഫിഗറിൽ ഈ വാല്യൂ ഓഫ് എക്സ് കാണും. ഇത് കാണണമെങ്കിൽ ഇവിടെ, അതായത് ഈ ആംഗിൾ ഈക്വൽ ആണ്. നമുക്ക് ഒരേ ആംഗിൾ ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ആ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സിമിലർ ആവാൻ വേണ്ടി അവിടെ ഒരേ ആംഗിൾ നമുക്ക് ഈക്വൽ എന്ന് അറിയാം. പിന്നെ ഇതിൽ കെ കോമൺ ആണ്. LMKയിലും PNKയിലും കെ എന്ന ആംഗിൾ കോമൺ ആണ്. അപ്പോൾ എ സിമിലാരിറ്റിയിൽ ആ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ട്രയാങ്കിൾ LMK സിമിലർ ടു ട്രയാങ്കിൾ LMK സിമിലർ ടു ട്രയാങ്കിൾ PNK.
രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. സിമിലർ ആയാൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. LM/PN ഈക്വൽ ടു MK/NK ഈക്വൽ ടു LK/PK എന്ന് വരും. ഇങ്ങനെയാണ് സൈഡ്സ് പ്രൊപ്പോർഷൻ ആവുന്നത്. ഇവിടെ നമുക്ക് PN ഇതാണ് വേണ്ടത്. LM/PN എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. LM എന്ന് പറയുന്നത് എന്താണ്? A. PN എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു MK എന്ന് പറയുന്നത് എന്താണ്? B+C ഡിവൈഡ് ബൈ NK എന്ന് പറയുന്നത് C. അപ്പോൾ എക്സ് ഇൻറ്റു B+C ഈക്വൽ ടു AC. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു AC/B+C. അപ്പൊ AC/B+C ആണ് എക്സ് വരുന്നത്. അടുത്തത് ഏരിയ ഓഫ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ. അപ്പൊ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഏരിയ ഓഫ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ. സ്ക്വയറിന്റെ ഉള്ളിലാണ് നമുക്ക് സർക്കിൾ ഉള്ളത്. ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ, അതായത് സർക്കിളിന്റെ ഏരിയ ആണ് കാണുന്നത്, സ്ക്വയറിന്റെ ഉള്ളിലാണ് ഉള്ളത്. ആ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അപ്പൊ സർക്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. സർക്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ അവിടെ എന്തറിയണം? റേഡിയസ് അറിയണം. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ ഈ സൈഡ് 6 ആണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 ആയിരിക്കും. അതായത് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 ആണ്. ഡയമീറ്റർ ഈക്വൽ ടു 6 ആണെങ്കിൽ റേഡിയസ് ഇസ് ഈക്വൽ ടു 3. ഏരിയ ഈക്വൽ ടു πr². അപ്പോൾ π ഇൻറ്റു r² എന്ന് പറയുന്നത് 9. 3 സ്ക്വയർ 9 ആയി. അപ്പൊ 9π സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ അതാണ് അതിന്റെ ഏരിയ. Which is the line segment joining the points A 3 minus 3, B minus 2 7 is divided by the x-axis. അപ്പോൾ അവിടെ നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. റേഷ്യോ കാണേണ്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ B K:1 എന്ന് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ -2 7. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് ആയതുകൊണ്ട് y 0 ആയിരിക്കും. അപ്പോൾ x, 0 ഈ പോയിന്റിൽ റേഷ്യോ B K:1. അപ്പോൾ y കോർഡിനേറ്റ് m1 y2 plus m2 y1 ഡിവൈഡ് ബൈ m1 plus m2 ഈക്വൽ ടു 0. അതെടുത്തിട്ട് ആ ഫോർമുല യൂസ് ചെയ്യുക. സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുക. K ഇൻറ്റു m1 y2 plus m2 y1 ഡിവൈഡ് ബൈ m1 plus m2 ഈക്വൽ ടു 0. അപ്പോൾ 7k minus 3 ഈക്വൽ ടു 0. 7k ഈക്വൽ ടു 3. k ഈക്വൽ ടു 3/7. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 3:7 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് A, B is the midpoint of the segment joining the points A 10, -6 and B K, 4 and A minus 2B equal to 18, then the value of K will be. അതായത് K ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് ആണ് A, B. അതായത് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ x1 plus x2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു A, y1 plus y2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു B. ഇവിടെ x1 എന്ന് പറയുന്നത് A 10 -6 ആണിത് x1, ഇത് y1. അടുത്തത് B എന്ന് പറയുന്നത് K, 4 ആണ്. ഇത് x2, ഇത് y2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. x1 plus x2. x1 എന്ന് പറയുന്നത് 10 plus k by 2 ഈക്വൽ ടു A. അതുപോലെ y1 -6 plus 4 by 2 ഈക്വൽ ടു B. അപ്പോൾ ഇവിടെ -2/2 എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്നത് -1 ആണ് വരുന്നത്. ഇതിനെ നമുക്ക് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ K കിട്ടും. A - 2B ഈക്വൽ ടു 18 ആണുള്ളത്. A എന്ന് പറയുന്നത് 10 plus k by 2 -2 ഇൻറ്റു B എന്ന് പറയുന്നത് -1 ഈക്വൽ ടു 18. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 plus k plus 2i plus 4 ഈക്വൽ ടു ഡിവൈഡ് ബൈ 2 എന്നുള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 18 ഇൻറ്റു 2. അപ്പോൾ അത് 36. അപ്പോൾ k ഈക്വൽ ടു 36 minus 14, that is equal to 22. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 22. മിഡ് പോയിന്റ് എടുത്തിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ കിട്ടും. ഫിഗർ CD പാരലൽ ടു LA. CD എന്ന് പറയുന്നത് LA പാരലൽ ആണ്. അതുപോലെ DE പാരലൽ ടു AC. If BE equal to 4 cm, EC is equal to 2 cm. BE എന്ന് പറയുന്നത് 4 എന്ന് തന്നിട്ടുണ്ട്, EC എന്ന് പറയുന്നത് 2 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് CL ആണ് കണ്ടുപിടിക്കേണ്ടത്. CL കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട്, അതായത്
സി ഡി പാരലൽ ടു എൽ എ, സി ഡി എൽ എക്ക് പാരലൽ ആണെങ്കിൽ എ ബി എൽ ഇൻ ട്രയാങ്കിൾ എ ബി എല്ലില് ബൈ ബി പി ടി തിയറം എങ്ങനെ പറയാം, ബി ഡി ബൈ ഡി എ, ബി ഡി ബൈ ഡി എ, ബി ഡി ബൈ ഡി എ ഈക്വൽ ടു ബി സി ബൈ സി എൽ ബൈ ബി പി ടി തിയറം. രണ്ട് ലൈന് പാരലാണ്. സി ഡി എൽ എക്ക് പാരലൽ ആണെങ്കിൽ നമുക്ക് ബി ഡി ബൈ ഡി എ ഈക്വൽ ടു ബി സി ബൈ സി എൽ എന്ന് എഴുതാം. അതുപോലെ അടുത്തത് നമുക്ക് ഡി ഇ പാരലൽ ടു എ സി ആണ്. ഈ ട്രയാങ്കിൾ എ ബി സിയില് അവിടെ ഇ ഡി പാരലൽ ടു എ സി ആവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബി ഡി ബൈ ഡി എ ഈക്വൽ ടു ബി ഡി ബൈ ഡി എ ഈക്വൽ ടു ബി ഇ ബൈ ഇ സി. അപ്പൊ ഇതില് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ബി സി ബൈ സി എൽ ഈക്വൽ ടു ബി ഡി ബൈ ബി ഇ ബൈ ഇ സി. അപ്പോ ഇവിടെ ബി സി എന്ന് പറയുന്നത് എന്താണ്, ബി ഇ പ്ലസ് ഇ സി. അതായത് ബി സി എന്ന് പറയുന്നത് 6 ബൈ സി എൽ ഈക്വൽ ടു ബി ഇ എന്ന് പറയുന്നത് 4 ബൈ ഇ സി എന്ന് പറയുന്നത് 2. അപ്പോൾ സി എൽ 4, അതായത് ഇവിടെ 2 ആയി. 2 സി എൽ ഈക്വൽ ടു 6, സി എൽ ഈക്വൽ ടു 6 ബൈ 2 ഈക്വൽ ടു 3. അപ്പോൾ സി എൽ 3 സെന്റിമീറ്റർ. The given figure ACB is in the semicircle. What is the area of shaded region? AB equal to 42 centimeter എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ area of shaded region എന്ന് പറയുന്നത് area equal to area of semicircle. Area of semicircle minus area of triangle. ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ഏരിയ. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ ഇതിന്റെ നമുക്ക് അതായത് ബേസും ഹൈറ്റും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒ സി എന്ന് പറയുന്നത് എന്താ, ഒ സി, ഒ എ, ഒ ബി എല്ലാം അതിന്റെ റേഡിയസ് ആണ്. എ ബി എന്ന് പറയുന്നത് 42 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഒ എ ഇൻറ്റു ഒ സി ആണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ അത് തന്നെ. അപ്പോൾ അതിനെ 2 ഇൻറ്റു ഹാഫ് ബി എച്ച് എന്ന് എഴുതാം. അതായത് ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ബൈ 2, ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എ ഒ സിയും ബി ഒ സിയും അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് 21 ഇൻറ്റു 21 മൈനസ് 2 ഇൻറ്റു 1/2 ഇൻറ്റു ഒ എ എത്രയാണ്, 21 തന്നെ. ഒ സി എന്ന് പറയുന്നതും 21. അപ്പോൾ 2 ക്യാൻസൽ ആയി. ഇവിടെ 11, ഇവിടെ 3. അപ്പോൾ 33 ഇൻറ്റു 21 ഈക്വൽ 336. അപ്പോൾ 693 ആണ് വരിക. 693 മൈനസ് 441. 693 മൈനസ് 441 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 252 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്